സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം. യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം അതിൻ്റെ 2-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ, നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലേലൂയ അപ്പച്ച, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹാലേലൂയ അപ്പച്ച, നന്ദി കർത്താവേ. ഹാലേലൂയ അപ്പച്ച, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പ, കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങളെ ഏവരെയും ഏൽപ്പിക്കുക അപ്പ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നന്ദി അപ്പ, നന്ദി പിതാവേ, നന്ദി അപ്പ. കർത്താവേ, ഇന്ന് അപ്പച്ചൻ്റെ സ്ഥലത്തിലായിരിപ്പോൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കായി നന്ദി. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോരോ ഓരോരുത്തരോട് ഇടപെടുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് ഏറ്റെടുപ്പാൻ, ഉൾക്കൊള്ളുവാൻ, ഗ്രഹിപ്പാൻ ഞങ്ങൾ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. അപ്പച്ചയുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുക പിതാവേ. അപ്പച്ചയുടെ താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ സംസാരിക്കണമേ. ഹല്ലേലൂയ അപ്പച്ച, സ്തോത്രം. മനസ്സും അധരങ്ങളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവാത്മാവ് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കാൻ നന്ദി കർത്താവേ. എല്ലാ മഹത്വം അപ്പച്ചന് നന്ദി അപ്പ. സ്തോത്രം. ദുഷ്ടൻ്റെ എല്ലാ കണികളിൽ നിന്നും വിടുവിച്ച് ഞങ്ങളെ നടത്തുന്ന ദയക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹാലേലൂയ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതും പലർക്ക് വേണ്ടിയിട്ടും ആശംസ പോലെയൊക്കെ നമ്മൾ പറയുന്നൊരു വചനമാണിത്. ഹല്ലേലൂയ. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായി സുഖമായി ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഇംഗ്ലീഷ് ഞാൻ വായിക്കാവേ. ബിലവഡ്, ഐ പ്രേ ദാറ്റ് യു മേ പ്രോസ്പർ ഇൻ ഓൾ തിങ്സ് ആൻഡ് ബി ഇൻ ഹെൽത്ത് ജസ്റ്റ് ആസ് യുവർ സോൾ പ്രോസ്പേഴ്സ്. അമേൻ. അപ്പം എല്ലാത്തിലും പ്രോസ്പറസ് ആവണം എന്നുള്ളതും എല്ലാത്തിലും പ്രോസ്പർ ചെയ്യണമെന്നുള്ളതും നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെന്നുള്ളതും ഇവിടെ പറയുന്ന അപ്പസ്തലനായ യോഹന്നാൻ അത് പ്രാർത്ഥിക്കുവാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾക്ക് അവിടെ കാണാൻ പറ്റും ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവിടെ കാണാം. അപ്പസ്തലനായ യോഹന്നാൻ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണാം. മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത്. അപ്പോൾ ആർക്കാണ് എഴുതുന്നത്? ഇത് ഗായോസിന് വേണ്ടി എഴുതുവാണ്. എന്നിട്ട് ഗായോസിന് വേണ്ടിയിട്ട് അപ്പോസ്തലനായ യോഹന്നാൻ പ്രാർത്ഥിക്കുവാണ്. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നു, അല്ലെങ്കിൽ നീ സകലത്തിലും സുഖമായി ശുഭമായിരിക്കണം, അല്ലെങ്കിൽ നീ എല്ലാത്തിലും പ്രോസ്പർ ആകണം, പിന്നെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ എനിക്ക് ഇത്രയും കാര്യമായിട്ട് ഈ ഗായോസിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്ത്? ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനൊരു സ്പെഷ്യൽ നമുക്കറിയാം. 1-ാമത്തെ യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് നമുക്കാണെങ്കിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളതും. ഹല്ലേലൂയ. അതുപോലെ ഒരുത്തൻ പാപം ചെയ്താലും നമുക്ക് കർത്താവ് അവിടെ ഉണ്ടെന്ന് നമുക്ക് ഏറ്റു പറഞ്ഞാൽ കർത്താവാണ് പാപങ്ങളൊക്കെ ക്ഷമിക്കുമെന്നും ഒക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ പിതാക്കന്മാരെന്നൊക്കെ അഡ്രസ്സ് ചെയ്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളിലുള്ളവനാണ് വലിയവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ, ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട്, ഇതൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് ജീവിക്കുവൻ, ഇതെല്ലാം പറഞ്ഞ് 1-ാമത്തെ യോഹന്നാൻ്റെ ലേഖനം 1 കഴിഞ്ഞ് 2-ാമത്തിനകത്തും ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത ഒരുത്തന് ദൈവയിലെ പിതാവിൽ ഇതെല്ലാം പറഞ്ഞ് മാന്യ നായകന്മാർക്കൊക്കെ എഴുതി കഴിഞ്ഞ ശേഷം ഈ 3-ാം ലേഖനത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി എഴുതുകയാണ്. ഗായോസിനെ കുറിച്ച് അവിടെ എഴുതും. എന്നിട്ട് ഈ ഗായോസിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഗായോസ് എന്നിട്ട് ഇംഗ്ലീഷ് എഴുതിക്കുന്നത് ബിലവഡ്, അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പം മലയാളത്തിൽ പ്രിയനെ, ഇപ്പം ഇംഗ്ലീഷിൽ ബിലവഡ്. സോദരൻ. അപ്പം ഇത്രയും അങ്ങനെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനിത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇതായത്. നമ്മളതിന് താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്കറിയാം. എൻ്റെ 3-4 വാക്യങ്ങൾ കാണാം. സഹോദരന്മാർ വന്ന് നീ സത്യത്തിൽ നടക്കുന്നുവെന്ന് നിൻ്റെ സത്യത്തിന് സാക്ഷ്യം പറയുക ഞാൻ അത്യന്തം സന്തോഷിച്ചു. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാവണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. തിരുനാമ നിമിത്തമല്ല അവർ ജാതികളോടൊന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ വായിക്കാം. Beloved, you do faithfully whatever you do for the brethren and for strangers who have borne witness of your love before the church. അപ്പം ഗായോസിനെ കുറിച്ച് ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. ആമേൻ. അല്ലല്ലേ. അപ്പോൾ ഞാൻ ചിന്തിക്കുക, ഗായോസിന് ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ എഴുതാൻ കാരണം ചുമ്മാതല്ല ഇങ്ങനെ ഒരു സ്പെഷ്യൽ പ്രെയർ ഗായോസിന് കിട്ടി. നമ്മൾ എത്ര പേർക്ക് വേണ്ടി ഇങ്ങനെ പറയുന്നത്, ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ സകലത്തിൽ സുഖമായി ശുഭമായിരിക്കും. കട്ടിലെ കിടന്ന് ഉറങ്ങുന്നവരെയൊക്കെ നമ്മൾ
ഹല്ലേലൂയ, സ്തോത്രം. ആർക്കാ ഇതുള്ളത്? ഇത് സ്പെഷ്യലായിട്ടുള്ളൊരു ഈ ഒരു പ്രെയർ കവർ കിട്ടുന്ന ആർക്കാ? ഹല്ലേലൂയ. ചുമ്മാ വീട്ടിൽ ഇരുന്ന് ചുമ്മാ ഒരു പണിയും ചെയ്യാതെ ആരെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ബ്രദറെ വീട്ടിലുണ്ടോ? ഞങ്ങളിപ്പോൾ അല്പം തിരക്കാണ്, അതേപോലെ വേറെ വല്ല ആയിരിക്കും കാരണം. നമുക്കിപ്പോൾ അവരെ എൻ്റർടൈൻ ചെയ്യാനോ വീട്ടിൽ വരുത്താനോ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ നമുക്കതിനകത്ത് ഇഷ്ടമില്ലായിരിക്കും. അപ്പോൾ പക്ഷേ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഗായോസിൻ്റെ സ്വഭാവം അങ്ങനെയല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുക. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഗായോസിൻ്റെ സമയം, ഗായോസിൻ്റെ വീട്ടിലെ കുടുംബം മൊത്തം, അല്ലെങ്കിൽ ഗായോസിൻ്റെ പണം, ഗായോസിൻ്റെ ആരോഗ്യം, പിന്നെ ഗായോസിൻ്റെ വീട്, ഹല്ലേലൂയ, ഇത് മുഴുവനും ആർക്ക് വേണ്ടി കൊടുത്തിരിക്കുക? ഹല്ലേലൂയ. കർത്താവിനെയാണ് ശുശ്രൂഷിക്കുന്നത്. പക്ഷെ ദൈവമക്കളെ എല്ലാവരും വിളിച്ച് ചർച്ചിലാണെങ്കിൽ ചർച്ചിൽ വരുന്ന എല്ലാവരും, ചർച്ചിലെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ, അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, നീ സഹോദരന്മാർക്കും വിശേഷ അതിഥികൾക്ക് എന്ന് വെച്ചാൽ സുവിശേഷ വേലക്കാർ, വെളിയിൽ നിന്ന് വരുന്ന സുവിശേഷ വേലക്കാരും എൻ്റർടൈൻ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. എൻ്റർടൈൻ ചെയ്യുന്ന വെച്ചാൽ അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം ഒക്കെ ചെയ്തു കൊടുക്കാൻ മനസ്സുള്ള ഒരാളായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ ചർച്ചിലെ ആളല്ല, ആ പുള്ളി അവിടുന്ന് വന്ന പുള്ളിയാണ്, ആ പുള്ളി അവരാരെങ്കിലും നോക്കിയുള്ളൂ, അങ്ങനെയല്ല. സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലെ ആളല്ലല്ലോ ഉണ്ട്. അത് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡേ ഇല്ല. സ്ട്രേഞ്ചർ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കും. സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി നടക്കുന്ന ടീംസ് അല്ല കേട്ടോ, യഥാർത്ഥമായിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വരുന്ന വ്യക്തികളാണെങ്കിൽ അവരെ ആരെയും തള്ളിക്കളയത്തില്ല. ഉൾക്കൊള്ളുന്നവരെ എല്ലാവരും ആ ചർച്ച് ഈ ചർച്ചിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്ന ഒരു പരിപാടിയില്ല. ക്രിസ്തുവിൻ്റെ ശരീരമായി, ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗമായി, കൂട്ടുവേലക്കാരായി തന്നെ കാണുന്ന ഒരു വ്യക്തിയാണ് ഈ ഗായോസ്. ഹല്ലേലൂയ. എന്നിട്ടോ അധ്വാനിക്കുവാണ്. അപ്പം വീട്ടിൽ ആര് വന്നാലും, സഹോദര വീട്ടിലുണ്ടോ, ഞാനിവിടെ ഉണ്ടെങ്കിൽ പോരാ, അങ്ങോട്ടൊന്ന് വന്നാൽ ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ടൊന്നും അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ? നോ പ്രോബ്ലം, ഇവിടെ കിടന്നു, നമുക്കുള്ള സൗകര്യത്തിൽ കിടക്കാം. ഗായോസ് ഒരിക്കലും നോ പറയത്തില്ലായിരിക്കും. ചർച്ചിലാണെങ്കിൽ ഗായോസിന് ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിശ്വസ്തനായിരിക്കും. ഗായോസാണോ ചെയ്തത്, പിന്നെ പാസ്റ്ററിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കാരണം ഗായോസ് അത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. അപ്പം ഗായോസിൻ്റെ സമയം, ആരോഗ്യം, ബലം, സകല കാര്യങ്ങളും ഇത്രയും ഭംഗിയായിട്ട് ഈ ഗായോസ് അവിടെ ചെയ്യുവാണ്. ഹല്ലേലൂയ. അപ്പം സഹോദരന്മാർക്ക് വിശേഷാൽ അതിഥികൾക്കും, അതിഥികൾ വന്ന് കഴിക്ക് സഹോദര, ഇരിക്ക് സഹോദര. പിന്നെയോ വർത്താനം പറയാം. അവിടെ വീട്ടിലെ ആളെ വിളിച്ച് നിർത്തിയേച്ച് വേറെ പണിക്ക് പോവില്ല, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഞാനിപ്പോൾ വന്നേക്കാം, അങ്ങനെയല്ല. എല്ലാം കൊണ്ടും ഇവിടെ കണ്ടോ, യു ഡു ഫെയ്ത്ത്ഫുള്ളി. അപ്പം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഈ ഗായോസ് വിശ്വസ്തയോടുകൂടി സഭയിലെ അല്ലെങ്കിൽ സഹോദരന്മാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഗായോസ്. ആമേൻ. അത് മാത്രമല്ല, സ്ട്രേഞ്ചേഴ്സ്, വെളിയിൽ നിന്ന് വരുന്ന ദൈവദാസന്മാരെ ഉൾക്കൊള്ളുവാനും ചെയ്തു കൊടുക്കുവാനും ഉള്ളൊരു സന്മനസ്, അതുപോലെ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ വ്യക്തിക്ക് വേണ്ടി പിന്നെ വേറെന്താ പ്രാർത്ഥിക്കുക? ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അവിടെയാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ എന്ത് ചെയ്യണം? സകലത്തിലും സുഖമായി ശുഭമായി ഇരിക്കണം. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ അങ്ങ് പറയുമ്പോൾ ഓർത്തോണം, ആർക്ക് വേണ്ടിയിട്ടൂടെയായി പ്രാർത്ഥിക്കുന്നത് എന്നൊന്ന് നോക്കിയിട്ടേ ഉള്ളൂ. കാരണം അവസാനമായോ, ഞാൻ പറഞ്ഞല്ല, നോക്ക്, അപ്പുറത്തിപ്പുറത്തൊക്കെ നമ്മൾ കണ്ടു, 1ഉം 2ഉം നമ്മൾ കണ്ട് യോഹന്നാൻ്റെ ലേഖനം. അപ്പം നമ്മൾ ചുമ്മാ ആശംസിക്കും. അപ്പം ഞാൻ കേടാ, ചുമ്മാ അതല്ലല്ലോ, ഈ ഗായോസിന് വേണ്ടി ഈ ഒരു സ്പെഷ്യൽ പ്രെയർ അപ്പോസ്തലനായ യോഹന്നാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ചുമ്മാതാണ്. ഹല്ലേലൂയ, ചുമ്മാതല്ല. സ്തോത്രം. അത് വീട്ടിൽ കിടന്നുറങ്ങുന്നൊരു ഒരു പണിയും ചെയ്യാതെ ചർച്ചിൽ ആദ്യം വന്നിച്ച് ലേറ്റായിട്ട് വന്നിച്ച് ആദ്യം പോകുന്നവരുണ്ട്. ഒരു പരിപാടിക്ക് ഒന്നും ഏൽപ്പിക്കാനും കൊള്ളത്തില്ല, സമയത്ത് വരത്തുമില്ല, കൊടുത്താൽ മര്യാദയ്ക്ക് ചെയ്യത്തുമില്ല. ഇങ്ങനെ നിൽക്കുന്ന ചില കൂട്ടരുണ്ട്. എപ്പോഴും അവരവരുടെ കാര്യങ്ങൾ മാത്രം. ഇവർക്ക് വേണ്ടി നമ്മൾ പറയാം, കർത്താവേ ഇവർ സകലത്തിലും ആരും സുഖമായി ഇരിക്കേണ്ടെന്നല്ല. കർത്താവ് നമ്മളെ എങ്ങനെ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കർത്താവ് നിഷ്കളങ്കരായി നിൽക്കുവാൻ, വിശുദ്ധരായി നിൽക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തുവോ, അതുപോലെ തന്നെ നമ്മളെ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന വചനം പറയുന്നത്. അപ്പം പക്ഷേ ഈ സ്പെഷ്യൽ ബ്ലെസ്സിങ്സ് ഒക്കെ ആർക്കാ? ഈ സ്പെഷ്യൽ പ്രെയർ കവറൊക്കെ ആർക്കാ ഉള്ളത്? ഹല്ലേലൂയ. അത് നമ്മൾ ദൈവത്തിന് എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടൊന്നല്ല. യോഹന്നാൻ 1ഉം 2ഉം ലേഖനത്തിൽ ഈ വിഷയങ്ങളൊന്നും പറയാതെ യോഹന്നാൻ ഒരു ആഗ്രഹം ദൈവത്തോട്, ദൈവമേ ഇവൻ എല്ലാത്തിലും പ്രോസ്പർ ആവണം. കാരണം അവൻ കണ്ടോ ചെയ്യുന്ന കാര്യം, അവൻ അധ്വാനിക്കുന്നവനാണ്, സഭയ്ക്ക് വേണ്ടി അവൻ അധ്വാനിക്കുന്നവനാണ്, മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നവനാണ്. അവൻ്റെ സമയം, അവൻ്റെ ആരോഗ്യം, അവൻ്റെ കുടുംബം, അവനുള്ള റിസോഴ്സസ് ഇത് മുഴുവനും കൊടുത്ത് അതിഥി സൽക്കാരത്തിനൊന്നും ഒരു മടിയും കൂടാതെ
നല്ല ഭംഗിയായി ചെയ്യുന്നതിന്. അതുകൊണ്ട് എന്താ ചെയ്യണം? കർത്താവേ, അവന് എല്ലാത്തിലും പ്രോസ്പറാണ്. അല്ലെങ്കിൽ അവൻ്റെ ആരോഗ്യം അവൻ അതിനോട് കൊടുക്കുന്നത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം. ആമേൻ. നമ്മൾ ഒരു കുഴപ്പമില്ലാതെ അനങ്ങാതെ നടക്കുന്നവർക്ക് നല്ല ആരോഗ്യത്തിന് നമ്മൾ പ്രാർത്ഥിച്ചവർക്ക് ആരോഗ്യം കിട്ടും. അതുകൊണ്ട് അവർ എന്തെങ്കിലും പ്രയോജനമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കട്ടെ. പക്ഷേ ഹല്ലേലൂയ, ഗായോസിൻ്റെ പ്രത്യേകതയുണ്ട്. ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. ഗായോസിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ അപ്പോസ്തലനായ ജോണിനറിയാം. ഹല്ലേലൂയ. അവരെല്ലാം ഈ സഭ തന്നെ സാക്ഷ്യം പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. അപ്പം നമ്മളെക്കുറിച്ച് എന്താ സാക്ഷ്യം മറ്റുള്ളവർക്ക്? നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും അവർക്ക് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ഒരു സ്ട്രൈക്കിംഗ് പോയിൻ്റ് ഉണ്ടോ? ഹല്ലേലൂയ. 10 പേർക്ക് നമ്മളല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് നമ്മൾക്കുറിച്ചൊന്ന് പ്രാർത്ഥിക്കാം, എന്നാൽ ആ സിസ്റ്ററിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്, അത് വേറെ. പക്ഷേ ഇത് കണ്ടോ, ഇതുപോലെ നോട്ടബിളായിട്ട് നിൽക്കുന്ന രീതിയിൽ ഈ ഗായോസിന് വേണ്ടി ഒരു ലേഖനം തന്നെ എഴുതി എന്നിട്ട് പ്രാർത്ഥിക്കുവാണ്. കർത്താവ്, ഇവന് സകലത്തിലും അവൻ പ്രോസ്പർ ആവണം. ഹല്ലേലൂയ. അവൻ ആരോഗ്യത്തോടെ ഇരിക്കണം. എന്തിനാ? അവന് ഇനിയും അനേക ആൾക്കാർക്ക് ഒരു അനുഗ്രഹമായി തീരാൻ പ്രാർത്ഥിക്കുക. ഇവിടം കൊണ്ട് നിൽക്കാനല്ല, അവൻ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, അവൻ പ്രോസ്പർ ആവട്ടെ. ഹല്ലേലൂയ. അവൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ ഇവൻ എങ്ങനെ ആവട്ടെ. കാരണം അവൻ അതുപോലെയാണ് ചെയ്യുന്നത്, അവൻ്റെ ബിഹേവിയർ അങ്ങനെയാണ്. ഹല്ലേലൂയ. ഇനി അപ്പോസ്തലനായ ജോൺ മാത്രമല്ല, നമുക്ക് റോമാലേഖനം 16:23 എടുക്കാമെങ്കിൽ കാണാം. റോമാലേഖനം 16:23 ഞാൻ വായിക്കാം. എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. കണ്ടോ, ഇത് അപ്പോസ്തലനായ ജോൺ പറഞ്ഞല്ല, ഇതാര് പറഞ്ഞ? പൗലോസ് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം നോക്കിക്കേ, ഹല്ലേലൂയ. ഈ കാര്യത്തിൽ ഈ പുള്ളി സൂപ്പർ എക്സ്പെർട്ടാണ്. ഹല്ലേലൂയ. ആമേൻ. എനിക്കും സർവ്വസഭയ്ക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒരാൾക്കല്ല, 1-2 പേർക്കല്ല. ഹല്ലേലൂയ. ഗായോസിൻ്റെ സഹായം കിട്ടാത്തൊരു ചുരുക്കമായിരിക്കും, കിട്ടാത്തവരവിടെ കാണത്തില്ല. സർവ്വസഭയ്ക്കെന്ന് വെച്ചാൽ സർവ്വസഭയ്ക്കും ഈ ഗായോസ് ഒരനുഗ്രഹമായിരുന്നു. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ നടക്കുന്ന ആൾ, ഹല്ലേലൂയ, സ്തോത്രം, അവരെയാണ് കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, ഈ രീതി പ്രാർത്ഥിക്കാൻ. ചുമ്മാതെ അല്ല ഈ പ്രോസ്പെരിറ്റി, ചുമ്മാതെ അല്ല പ്രോസ്പർ ആവും. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവരെ തന്നെ സമർപ്പിച്ച് കൊടുത്ത്, ഹല്ലേലൂയ, ശക്തമായിട്ട് അവർക്കുള്ള സകലതും ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഇവനെ നീ പ്രോസ്പർ ആക്കണം കർത്താവെ, ഇവൻ നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം കർത്താവെ. അപ്പം ചുമ്മാ നടക്കുന്നവർക്കുള്ളതല്ല. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയം, കിട്ടുന്ന റിസോഴ്സസ്, കിട്ടുന്ന ടൈം, ഹല്ലേലൂയ, നമ്മൾ വിശ്വസ്തരായിട്ട് ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അത് സാമ്പത്തിക സഹായമാകട്ടെ, മറ്റേത് രീതിയിലുള്ള റിസോഴ്സസ് ആവട്ടെ, ഹല്ലേലൂയ, നമ്മൾ ദൈവസഭയ്ക്കും മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുക. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, തീർച്ചയായിട്ടും ഈ പ്രെയർ കവറിൻ്റെ അകത്ത് നമ്മളെത്തും. ആമേൻ. ഇതൊന്നും കൊടുക്കത്തുമില്ല, ഒന്നും ചെയ്യത്തുമില്ല, ഇങ്ങനെ ഇരിക്കുന്നത്, ഇവിടെ നിന്നൊന്നും പോകണില്ല. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുക, എപ്പോഴും ഇങ്ങോട്ട്, അങ്ങോട്ടില്ല, വൺ വേ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു നല്ല ഗായോസുമാരായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആശംസിക്കേണ്ടത്. സകലത്തിലും സുഖമായി ശുഭമായി ഇരിക്കുക. ഹല്ലേലൂയ. നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക. ആമേൻ. അതിനുവേണ്ടി ദൈവത്തോട് ഇൻറ്റർസീഡ് ചെയ്യുക. നമുക്ക് നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ മറ്റൊരു ഭാഗത്തും ഇങ്ങനെ പറയുന്നത്, പക്ഷേ എല്ലാത്തിലും പ്രോസ്പർ ആണെന്ന് വെച്ചാൽ, ഹല്ലേലൂയ, അവൻ സന്തോഷത്തിൽ അവൻ നിറഞ്ഞു വരണം, സമാധാനത്തിൽ അവൻ നിറഞ്ഞു വരണം, അവൻ്റെ സാമ്പത്തികത്തിൽ അവൻ ഉയർച്ച പ്രാപിക്കണം, അവൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ട് വരണം, എല്ലാത്തിലും പ്രോസ്പർ ആകണമെന്ന് പറയുക. ആമേൻ. ഇതൊക്കെ നമുക്ക് വരുന്ന ആഡഡായിട്ടുള്ള സ്തോത്രം ബ്ലെസ്സിങ്ങും ദൈവത്തിൻ്റെ ഫേവറുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണാം, നമ്മൾ അവൻ്റെ നാമത്തിൽ ചെയ്യുന്ന ഒന്നും മറന്നു കളവാൻ തക്കണം. നമ്മുടെ ദൈവം അനീതിയുള്ളവനല്ല. ആമേൻ. നമ്മുടെ ദൈവം ഒരിക്കലും ഒരു അനീതിയുള്ള ദൈവമല്ല. സ്തോത്രം. അപ്പം അവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം നമ്മുടെ കർത്താവ് നമ്മളെ മാനിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ ഗായോസ്, യോഹന്നാൻ മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസും ഈ ഗായോസിനെ അപ്രീഷിയേറ്റ് ചെയ്ത് അവർ ചെയ്ത കാര്യം നമുക്ക് ഈ വചനത്തിൽ വായിക്കത്തക്ക രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, നമുക്കും ആ മാതൃക പിൻപറ്റാൻ ദൈവവചനങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഇതേ ലെറ്ററിൽ വേറൊരാളെ കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് നമുക്ക് പിന്നെ അതിൻ്റെ താഴത്ത് കാണാം, 9, 10, 11 ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും.
സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരുന്നെങ്കിലും അവരിൽ പ്രധാനിയാവാൻ ആഗ്രഹിക്കുന്ന ദയത്രഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വന്നാൽ അവൻ ഞങ്ങളെ ദുർവാക്ക് പറഞ്ഞ് ശകാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി അവൻ ഓർമ്മ വരുത്തും. അവൻ അങ്ങനെ ചെയ്യുന്നത് പോരാ എന്ന് വെച്ച് താൻ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു, തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല. കണ്ടോ, ഒരാൾ എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഭംഗിയായിട്ട് അവരെ വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ വേറൊരാൾ അവിടെ നിന്നുകൊണ്ട് അത് പറ്റത്തില്ല, അവരെ കയറ്റാൻ പറ്റത്തില്ല, ഇവരെ പുറത്താക്കാൻ അത് പറ്റത്തില്ല, ഇത് ശരിയാകത്തില്ല, അത് നടക്കത്തില്ല. ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് നിൽക്കുക. ആമേൻ, സ്തോത്രം. എന്നിട്ട് പറയുവാണ്, പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. അതുകൊണ്ട് ഓടക്കുണ്ടാക്കുന്നവരുണ്ട്, പ്രശ്നം ഉണ്ടാക്കുന്ന ടീംസ് ഉണ്ട് അവിടെ. ഹല്ലേലൂയ. അപ്പം തിന്മയാണ് അവർ അനുകരിക്കുന്നത്. അപ്പോൾ തിന്മയെ അനുകരിച്ച് ഈ രീതിയിൽ പോയാൽ അവർക്ക് എന്നാ കിട്ടുമെന്നുള്ളത് അടുത്ത യൂദായുടെ ലേഖനത്തിലുണ്ട്. ആമേൻ. ദൈവഹിതമല്ലാത്ത രീതിയിൽ ശുശ്രൂഷകളും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് എന്നാ കിട്ടുമെന്നുള്ള കാര്യം യൂദായുടെ ലേഖനത്തിൽ ഈ പറയപ്പെട്ട, ഇനി അതിൻ്റെ തൊട്ടടുത്തുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ വിശാലമരത്തിൽ സുന്ദരമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പോകുന്നവർക്ക്, പിന്നെ ഇത് ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ, അല്ലേ, അനുസരണക്കേട് കാണിക്കുന്നവൻ, മത്സരം, ഈ പറയപ്പെട്ട ടീമിനൊക്കെ എന്തുണ്ടെന്നുള്ളത് അപ്പുറത്ത് കിടപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഹാലേലൂയ. നമുക്ക് ഗായോസിലേക്ക് തിരിച്ചു വരാം. ഹാലേലൂയ. അപ്പം ഗായോസിൻ്റെ ആ ഒരു ഹൃദയം ഒന്ന് നോക്കിയാൽ നമ്മൾ, ഹാലേലൂയ, സ്തോത്രം. അതുകൊണ്ട് വലിയ പ്രധാനിയാകണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അല്ല ഗായോസ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെ, എന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് ഓർത്തിട്ടല്ല ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുന്നൊരു കൂട്ടരുണ്ട്. പ്രധാനിയാകാൻ വേണ്ടിയിട്ട് നല്ല കാര്യമല്ല ചെയ്യുന്നത്, പ്രധാനിയാകാൻ വേണ്ടിയിട്ട് വലിയ മിടുക്ക് സാമർത്ഥ്യം കാണിക്കുക. അങ്ങനെ എന്തിനാ ആര് വലിയ പുള്ളിയാകുന്നേ നമ്മൾ? ആമേൻ. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരുന്ന് ദൈവം ആക്കുന്ന പോലെയൊക്കെ ആയാൽ പോരെ? സ്തോത്രം. അല്ലാതെ ഇങ്ങനത്തെ ഈ തിന്മ ചെയ്തിട്ട് അതിലുള്ള PhD എടുത്ത് കാണിച്ചിട്ട് എന്ത് ഗുണം കിട്ടാനാ? സ്തോത്രം. സഭയ്ക്കും പ്രശ്നം ഉണ്ടാക്കും, സ്വന്തം ജീവിതത്തിനും പ്രശ്നം ഉണ്ടാക്കുന്നൊരവസ്ഥയാണ്. ഹല്ലേലൂയ. പക്ഷേ സകലത്തിലും സുഖമായി ശുഭമായും ഇരിക്കേണ്ടത്, ഹല്ലേലൂയ, എല്ലാത്തിലും നമ്മൾ പ്രോസ്പർ ആകാൻ ദൈവം ആഗ്രഹിക്കുക. കാരണം നമ്മളത് കണ്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് വെറുതെ നമ്മൾ ഇത് വിഷ് ചെയ്തത് കൊണ്ട് ഇതൊന്നും ചുമ്മാതെ ആരുടെയും മേളിലോട്ട് വരാൻ പോകുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് കർത്താവിൻ്റെ കാര്യങ്ങൾ, ദൈവം തന്നിരിക്കുന്ന ആരോഗ്യം, ദൈവം തന്നിരിക്കുന്ന റിസോഴ്സസ് കർത്താവിനോട് പ്രയോജനപ്പെടുത്തുക. അതൊക്കെ കണ്ടിട്ട് ചിലരൊക്കെ പ്രാർത്ഥിക്കട്ടെ നമുക്ക് വേണ്ടി. യേശുപ്പ, ഇവരങ്ങനെ ആയിത്തീരട്ടെ, ഈ സഹോദരി ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. ഹാലേലൂയ. ഇവരൊരു അനുഗ്രഹമാണ് കർത്താവ്, ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. ആമേൻ. എല്ലാത്തിലും പ്രോസ്പറസ് ആവട്ടെ. ആമേൻ. ഹാലേലൂയ. അതുപോലെ തന്നെ നമ്മൾ പല പ്രാവശ്യവും നമ്മൾ പറയുന്ന വേറൊരു വചനമുണ്ട്, ഞാനത് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം. അതും നമ്മളിങ്ങനെ ചുമ്മാ ചില സമയത്ത് പറയുന്നൊരു വചനമാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഞാൻ ഒന്നൊരു വായിക്കാം. ഫിലിപ്പിയ ലേഖനം 4:19. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമ്മൾ ഏത് സാമ്പത്തിക ബുദ്ധിമുട്ട് കിടക്കുന്നവർക്കും ഒരാശ്വാസത്തിന് വേണ്ടി നമ്മൾ പറയും, അല്ലേ? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ ക്രിസ്തുവേശു തീർത്തു തരും കേട്ടോ. അവിടെ ബുദ്ധിമുട്ടൊക്കെ തീർക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ദൈവം ഇതെല്ലാം തീർത്തു തരും. ബുദ്ധിമുട്ട് തീർക്കുന്ന ദൈവമാണ്, അത് ശരിയാണ്. കർത്താവ് ഇതെല്ലാം ചെയ്യുന്ന ദൈവം തന്നെ നമ്മൾ സമ്മതിച്ചു. പക്ഷെ ആർക്ക് വേണ്ടിയിട്ടാ? സ്തോത്രം. നമുക്കത് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 10 തൊട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം. ഞാൻ വായിക്കാമേ. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിക്കാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരം ഉണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിക്കാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിൽ ആരംഭത്തിൽ ഞാൻ മക്കെദോനിയയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർക്കുവാൻ നിങ്ങൾ 1-2 വട്ടം വായിച്ചു തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവെന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് കയറുന്ന ഫലം അത്ര ആഗ്രഹിക്കുന്നത്.
ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിൻ്റെ പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രോദിത്തത്തിൻ്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. എന്നിട്ടാ പറയുന്നത്, എൻ്റെ ദൈവമോ, ഹല്ലേലൂയ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശിൽ പൂർണ്ണമായി തീർത്തരും. ഇത് ആർക്കാ കിട്ടുന്നത്? ആരുടെ ബുദ്ധിമുട്ടാണ് തീർക്കുന്നത്? വേറെയുള്ളവരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നവരുടെ ബുദ്ധിമുട്ടാണ് മാറുന്നത്. ആമേൻ, ഹല്ലേലൂയ. അല്ല സ്വന്തം ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ട് മാത്രം ബുദ്ധിമുട്ടി ജീവിതകാലം മുഴുവൻ കഴിച്ചേച്ച് എൻ്റെ ബുദ്ധിമുട്ട് മാറ്റണേ എന്ന് പറഞ്ഞിരിക്കുന്നവർക്കുള്ള പ്രേയറാണോ അല്ലെങ്കിൽ ആശംസയാണോ അത്? അല്ല. നമ്മൾ ചുമ്മാ അങ്ങ് പറയാം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ അർത്ഥം. വചനം പറയുന്നതിന് എന്നാ കുഴപ്പം, നോ പ്രോബ്ലം. പക്ഷേ അവിടെ കണ്ടോ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസിന് എപ്പഫ്രോദിത്തസിൻ്റെ കയ്യിൽ, ഹല്ലേലൂയ, ഇവർ റോമിലേക്ക് കൊടുത്തു വിട്ടു. സ്തോത്രം. സഹായിക്കാൻ പൗലോസ് റോമിൽ തടവിലാക്കപ്പെട്ട സമയത്താണ് ഈ ഫിലിപ്പിയ സഭ അവർക്ക് സഹായം അയക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന് ഫിലിപ്പിയ സഭ അവർ സാമ്പത്തിക സഹായം അയച്ചു. അതുകൂടാതെ അതിന് മുമ്പ് 1-2 വട്ടം ശരിക്കും സഹായിച്ചിട്ടുണ്ട് അവർ അപ്പോസ്തലനായ പൗലോസിനെ. ആമേൻ. എന്നിട്ട് ഈ എപ്പഫ്രോദിത്തസിൻ്റെ കയ്യിൽ ഈ സാമ്പത്തിക സഹായം കൊടുത്തു വിട്ട് റോമിൽ കൊടുത്തു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഈ കൊണ്ടുപോയ ആൾക്ക് രോഗം പിടിച്ച് ഭയങ്കരമായിട്ട് മരിച്ചു പോവുമോ എന്നുള്ളൊരവസ്ഥയിൽ വരെ ക്ഷീണിച്ച് അങ്ങനെ തോന്നിപ്പോയി. എന്നിട്ട് പിന്നെ ഹല്ലേലൂയ, കർത്താവ് പൗലോസിനോട് കരുണ കാണിച്ചെന്ന് പൗലോസ് പറഞ്ഞു. അപ്പോൾ തനിക്ക് സൗഖ്യമായപ്പോൾ തിരിച്ച് അവർക്ക് എഴുതുന്ന ലെറ്ററാണ് ഈ എപ്പഫ്രോദിത്തസിൻ്റെ കയ്യിൽ അത് കൊടുത്തു വിടാൻ കാരണം, എപ്പഫ്രോദിത്തസ് തന്നെ കൊണ്ട് തന്നു, അത് സന്തോഷമായി, നിങ്ങൾക്കെല്ലാം നന്ദി. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മഹത്വത്തോടെ ക്രിസ്തുവേശൻ പൂർണ്ണമായി തീർത്തു തരും. ആമേൻ. അപ്പോൾ അതും ചുമ്മാതെ അല്ല ഈ ആശംസ അവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ സഭ ശരിക്കും 1-2 വട്ടം സഹായിച്ചു, ഇപ്രാവശ്യവും സഹായിച്ചു. ഹല്ലേലൂയ. അവർക്ക് വേണ്ടിയിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയും, എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മാറ്റും. കാരണം എൻ്റെ ബുദ്ധിമുട്ട് മാറ്റുന്നതിൽ നിങ്ങൾ ആരായിരുന്നു? ജാഗരൂകരായിരുന്നു. അതിനുവേണ്ടി നിങ്ങൾ സ്റ്റെപ്പുകൾ എടുത്തോ ഇല്ലയോ? എടുത്തു. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ മാനിക്കാതിരിക്കുമോ? ഒരു കാരണവശാലും കൈവിട്ട് കളയത്തില്ല. നിങ്ങളുടെ കണക്കിലേക്ക് കയറുന്ന ഫലം അത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ കർത്താവ് തൻ്റെ കർത്താവ് ബുദ്ധിമുട്ടൊക്കെയും, എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശിൽ പൂർണ്ണമായി തീർത്തരും. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസിന് അറിയാം ഇവർക്കും ബുദ്ധിമുട്ടുണ്ടെന്ന്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എന്ന് വെച്ചാൽ അവർക്കെല്ലാം തികഞ്ഞതുകൊണ്ട് അവർ കൊടുത്തെന്നുള്ളതല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ബുദ്ധിമുട്ട് കർത്താവ് തീർത്തു തരും കേട്ടോ. എങ്ങനെയാണ് തീർത്തു തരുന്നത്? ക്രിസ്തുവേശിൽ പൂർണ്ണമായി തീർത്തു തരും. ആരുടെ ധനത്തിനൊത്തവണ്ണം? പൗലോസിൻ്റെ ആസ്തിക്കൊത്തവണ്ണം അല്ല. ഹല്ലേലൂയ. പൗലോസിൻ്റെ ആസ്തിക്കൊത്തവണ്ണം അല്ല. പൗലോസിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കിട്ടുന്ന കളക്ഷൻ പിന്നെ ഞാൻ നിങ്ങൾക്ക് തരാമേ. പണ്ടവരൊരു കളക്ഷൻ എടുത്തിട്ടുണ്ട് ജെറുസലേമിലെ സഭയ്ക്ക് വേണ്ടി, പൗലോസൊക്കെ അതുകൊണ്ട് പോയതാണ്. അതുപോലെ കിട്ടുന്ന കളക്ഷൻ അല്ല ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ബുദ്ധിമുട്ട് ഹല്ലേലൂയ ആരാ തീർക്കാൻ പോകുന്നത്? ദൈവം തീർക്കും. ആമേൻ, സ്തോത്രം. അതാ നമുക്ക് വേണ്ടത്. നമുക്ക് മനുഷ്യരുടെ ആരുടെ അല്ല വേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്യുന്നതെല്ലാം ആർക്ക് വേണ്ടി? കർത്താവിനെന്ന പോലെ നമ്മൾ ചെയ്യുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവർക്കുള്ള അനുഗ്രഹമാണിത്. ഈ ബുദ്ധിമുട്ടൊക്കെയും നമ്മുടെ ഏത് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളുടെ കൈ എങ്ങനെയാ നമ്മൾ ദൈവസന്നിധിയിൽ നീട്ടുന്നത്? വല്ലോ കൊടുക്കുന്ന കൈകളാണോ ഇത്? ആമേൻ. കൊടുത്ത് മേടിക്കാന്നുള്ള പോളിസി അല്ല. പക്ഷേ കർത്താവ് നമ്മളെ ഓൾറെഡി അനുഗ്രഹിച്ചിരിക്കുവാണ്. പക്ഷെ എന്നാലും കണ്ടോ, അപ്പോസ്തലനായ പൗലോസ് അവർക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അവരെ ഇത് പറഞ്ഞ് അനുഗ്രഹിക്കുക, അവരുടെ മേലെ ഇത് ഡിക്ലെയർ ചെയ്യുക. സ്തോത്രം. നിങ്ങളുടെ ബുദ്ധിമുട്ട് ദൈവം ഹല്ലേലൂയ തൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. ആമേൻ. അപ്പം നമ്മൾ അറിഞ്ഞിട്ട് വേണം. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളീ പറയുന്നത്? ഹല്ലേലൂയ. ഇതൊന്നും ചുമ്മാതെ അല്ല വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ചുമ്മാതെ അല്ല. നമ്മൾ ഈ ഒരു ഭാഗം മാത്രം എടുത്ത് പറയും. ഈ ഗായോസിൻ്റെ കാര്യം പറഞ്ഞാൽ ആ വചനം എടുത്ത് പ്രിയനേ ആത്മാവശപ്പമായിരിക്കുന്ന പോലെ വേറെ ഒരു പരിപാടി ഇല്ലാത്തവർക്ക് ഇതാ. ആമേൻ. പക്ഷേ കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ വചനം നമ്മളത് പൂർണ്ണമായിട്ട് നമ്മൾ വായിക്കും. ഇത് ആരോടാണ് പറഞ്ഞിരിക്കുന്നത്? ആർക്കുള്ളതാണ്? എനിക്ക് ഈ വചനത്തിൽ കയറാൻ പറ്റുമോ? ഇതിൽ എനിക്കും ആകാൻ പറ്റുമോ? എൻ്റെ കർത്താവേ, ഹല്ലേലൂയ, ഈ അനുഗ്രഹം എൻ്റെ മേലും കിടക്കട്ടെ. ആമേൻ, സ്തോത്രം. ഈ നന്മ അപ്പച്ച എനിക്ക് പ്രാപിക്കണം.
ഹാലേലുയ അപ്പച്ചാ സ്തോത്രം. അപ്പം നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹാലേലുയ സ്തോത്രം. സകല ബുദ്ധിമുട്ടുകളും തീർത്തരുന്ന ദൈവം, സകലത്തിലും സുഖമായി ശുഭമായിരിക്കണം. അതായത് പ്രോസ്പർ ഇൻ ഓൾ തിങ്സ് ആൻഡ് ബി ഇൻ ഹെൽത്ത് ആസ് യുവർ സോൾ പ്രോസ്പേഴ്സ്. നമ്മുടെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ. അപ്പം നമ്മൾ കണ്ട് ഗായോസ് ഹാലേലൂയ അതിഥി സൽക്കാരം ചെയ്യുന്നതിലും സ്ട്രേഞ്ചേഴ്സിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിലും സകലത്തിലും അവൻ വിശ്വസ്തനായിരുന്നു. ഫിലിപ്പിയ സഭ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പൗലോസിൻ്റെ ബുദ്ധിമുട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾ വേണ്ടിയിട്ടുള്ള സഹായം അയച്ചു കൊടുത്തപ്പോൾ പൗലോസിൻ്റെ ആശംസയാണ്, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ദൈവം തീർത്തു തരും. ഇത് ഹാലേലൂയ സ്വന്തം ബുദ്ധിമുട്ട് മാത്രം നോക്കി, സ്വന്തം ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ളത് അല്ല. ആമേൻ ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ സ്വന്തം ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ബുദ്ധിമുട്ടെന്ന് മുഴുവനും. ആമേൻ. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ മാത്രം ബുദ്ധിമുട്ടേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരുടെയും ബുദ്ധിമുട്ട് നമ്മുടെ ബുദ്ധിമുട്ടല്ലേ അല്ല. നമുക്കൊരു ഭാരമേ ഇല്ല. അങ്ങനെ ഒരവസ്ഥയിലേക്ക് വരരുത് നമ്മൾ. ഹല്ലേലൂയ. അവസരം കിട്ടും പോലെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നമുക്ക് കിട്ടിയെന്നിരിക്കത്തില്ല. അവസരം കിട്ടും പോലെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുക. അവസരം കിട്ടുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നമ്മൾ ചെയ്യും. ഇതൊന്നും ദൈവം മറന്നു കളയുന്ന ദൈവം അല്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാത്രം ക്ലിയർ ആയിരുന്നാൽ മതി. പേരെടുക്കാനോ പ്രധാനിയാവാനോ 10 പേരെന്നെ അറിയണമെന്നോ എന്നുള്ള ഒരാഗ്രഹത്തോടെ നമുക്ക് ചെയ്യേണ്ട. അങ്ങനെ ഒത്തിരി നാൾ ചെയ്യാനും പറ്റത്തില്ല. കാരണം അത് ജഡത്തിൽ നിന്ന് വരുന്ന പ്രവൃത്തികളാണ്. പക്ഷേ ഹൃദയപൂർവ്വം ഉറ്റു സ്നേഹിക്കുന്നവർ ഹല്ലേലൂയ സർവ്വസഭയ്ക്കും വേണ്ടിയിട്ടാണ് ഗായോസ് അതിഥി സൽക്കാരം ചെയ്യുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ എത്രമാത്രം സ്പെൻഡ് ചെയ്താൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. എത്രമാത്രം ചെയ്താലായിരിക്കണം അവർക്ക് ഇങ്ങനെ എല്ലാവരെയും കേറ്റർ ചെയ്യാൻ പറ്റുക? ഭക്ഷണം മാത്രം ആയിരിക്കത്തില്ല, ഏത് രീതിയിലും എവിടെയെങ്കിലും പോകണമെങ്കിൽ റെഡി, കൂടെ വരാൻ റെഡി, കൂടെ പോകാൻ റെഡി, എന്തൊക്കെ ചെയ്യണം സകലത്തിൽ. യു ഡു ഫെയ്ത്ത്ഫുള്ളി വാട്ട് എവർ യു ഡു. എന്ത് ചെയ്താലും വാട്ട് എവർ യു ഡു ഫെയ്ത്ത്ഫുള്ളി. അങ്ങനെയായിരുന്നു ഗായോസ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അപ്പച്ച, ഞങ്ങൾ ചെയ്യുന്ന എന്ത് ചെയ്താലും അത് ഞങ്ങൾ വിശ്വസ്തരായി ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ തന്നെ സ്വന്തം ബുദ്ധിമുട്ട് മാറ്റുന്ന ആ ഒരു അവസ്ഥയിലുള്ള അധ്വാനവും അതിനുവേണ്ടി കിടന്ന് ബുദ്ധിമുട്ടാതെ കർത്താവേ, ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം കാണിച്ചു തരുന്നവരുടെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയിട്ട് കർത്താവേ, എനിക്ക് കർത്താവ് നീ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ ഒരു അനുഗ്രഹമാക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ആഗ്രഹിക്കുക. നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. എന്നിട്ട് ഈ വചനം ഡിക്ലെയർ ചെയ്യുക. ആമേ. എന്നിട്ട് വേണം നമ്മളിത് പറയാൻ. എൻ്റെ ദൈവം എൻ്റെ ബുദ്ധിമുട്ടൊക്കെ തൻ്റെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോടെ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തരും. വെറുതെ പറയാൻ. ഹല്ലേലൂയ സ്തോത്രം. വെറുതെ പറയുന്നത് കൊണ്ട് ഇതൊന്നും വരത്തില്ല. ഹല്ലേലൂയ. പക്ഷേ നമുക്ക് പറയാം, കർത്താവ് മക്കതോന്യ സഭ അങ്ങനെയായിരുന്നു. അവർക്കില്ല, പക്ഷെ എന്നാലും അവർക്കില്ലായിരുന്നെങ്കിലും അവർ കൊടുത്തു. പ്രാപ്തിക്ക് മീതെ അവർക്ക് കൊടുത്തു. സന്തോഷത്തോടെ അവർ കൊടുത്തു. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവരെല്ലാം പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ വിധവ 2 കോയിന് 2 ഉള്ളൂ, പക്ഷെ അതെല്ലാം കൊടുത്തതിന് തുല്യമാണ്. ഇതൊക്കെ എടുത്ത് പറയേണ്ട കാര്യം എന്താ? അപ്പം നമ്മൾ ചെയ്ത ഓരോ കാര്യവും കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവനാമം മഹത്വത്തിനായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വചനങ്ങളൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുക. ഹല്ലേലൂയ. എൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ ഞങ്ങൾ സകലത്തിലും സുഖമായും ശുഭമായിരിക്കും. നമുക്ക് പറയാം, വെറുതെ അല്ല പറയണ്ടേ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് അതിനകത്ത് പറഞ്ഞതിൽ ഗായോസിനെ കുറിച്ച് എന്തിനാ അങ്ങനെ പ്രാർത്ഥിച്ചേ? ഹല്ലേലൂയ. അങ്ങനെ നടന്നിട്ട് വേണം നമ്മളത് പറയാൻ. കർത്താവേ, നീ എനിക്ക് ഇത്രത്തോളം കൃപ തന്നല്ലോ. നീ എന്നെ സകലത്തിലും സുഖമായി ശുഭമായുമായിരിക്കാൻ നീ എന്നെ സഹായിക്കുന്ന ദൈവമാകിയാൽ നന്ദി. അതുപോലെ അതിഥി സൽക്കാരം ചെയ്യുമ്പോൾ 1 പീറ്ററിനകത്ത് പറയുന്നത് 1 പീറ്റർ 4:9 പറയുന്നത്. ഹല്ലേലൂയ. അതിഥി സൽക്കാരം ചെയ്യുമ്പോൾ ഒരു കാര്യം അതിനകത്ത് കാണാൻ പാടില്ല. 1 പീറ്റർ 4:9 ആർക്കെല്ലാം കിട്ടിയാൽ വായിക്കാം. 1 പീറ്റർ 4:9 ഞാൻ വായിക്കാം. പെറുപെറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കുവൻ. ഇത് മാത്രം അതിനകത്ത് മിക്സ് ആയിരുന്നു വെച്ചാൽ മതി. പെറുപെറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കുവൻ. ഹല്ലേലൂയ. ഇത് വന്നാൽ പോയി, സമയവും പോയി, ഉണ്ടാക്കിയ ഫുഡും പോയി, എല്ലാം പോയി. ഹല്ലേലൂയ സ്തോത്രം.
പലപ്പോഴും ഞാൻ വീട്ടിലാണ് പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പല കാര്യങ്ങൾ ക്ലീൻ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അന്നേരം ഒന്ന് പോയതെടുത്ത് വെക്കല്ലേ, ഇതെടുത്ത് വെക്ക്. നമ്മൾ ആ ടെൻഷൻ കാരണം എല്ലാവരും ഇപ്പം വരെ എത്താറായി, അന്നേരം നമുക്ക് അത് തീർക്കണം, ഇത് തീർക്കണം. അതിനൊക്കെ എൻ്റെ കർത്താവ് ഈ ദേഷ്യപ്പെട്ട് ഇങ്ങനെയൊക്കെ പിടിച്ച് ചെയ്തതിന് ഒരു ഗുണമില്ലാതെ പോലല്ലോ. അതിനും ഭേദം ചെയ്യുവാണ് സന്തോഷത്തോടെ. കർത്താവിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ കർത്താവിനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ വന്നാൽ അത് നമുക്ക് സന്തോഷത്തോടെ നമുക്കത് ചെയ്യാൻ പറ്റും. അതിനകത്താണ് ഹല്ലേലൂയ ബ്ലെസ്സിങ്സ് എല്ലാം ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം അബ്രഹാമിൻ്റെ വീട്ടിൽ അവരും എബ്രായ ലേഖനം 13 പറയുന്നുണ്ട്. എബ്രായ ലേഖനം 13 എൻ്റെ 1-2 വാക്യങ്ങൾക്കകത്തും ഇങ്ങനെ തന്നെ പറയുന്നത്. ചിലർ അതിഥി സൽക്കാരമൊക്കെ നടത്തിയിട്ട് ദൂതന്മാരെ സൽക്കരിച്ച കാര്യം അതിനകത്ത് നമുക്കറിയാം. എബ്രായ ലേഖനം 13:1-2 സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നമുക്കറിയാം അബ്രഹാമിൻ്റെ സാറയുടെ കാര്യം നമുക്കറിയാം. അവരുടെ വീട്ടിൽ വന്നതാണ്. ഹല്ലേലൂയ. അവർ സൽക്കരിച്ചു. ഹല്ലേലൂയ. എന്താ ദൈവത്തിൻ്റെ അനുഗ്രഹം വന്ന്. ഹല്ലേലൂയ. സ്തോത്രം. വാഗ്ദത്തങ്ങളുടെ കൺഫർമേഷനും ദൈവമായിട്ടുള്ള എൻകൗണ്ടറും. ഹല്ലേലൂയ. അടുത്ത വർഷം ഈ ആണ്ടിൽ ഈ സമയമാകുമ്പോൾ ഹല്ലേലൂയ ഇതെല്ലാം വാഗ്ദത്തങ്ങൾ, വചനം, എല്ലാ അനുഗ്രഹങ്ങളെല്ലാം ഹല്ലേലൂയ വന്ന് കണ്ടോ. അവർ സൽക്കരിച്ച് പോട്ടെ, അവരെ ഇവിടെയെങ്ങും വന്നവരായിരിക്കത്തില്ല, നിങ്ങളങ്ങ് പൊക്കോ, സാറേ കയറിക്ക് കഥ കടിച്ച് നമുക്ക് പോകുന്നൊന്നുമല്ല പറഞ്ഞേ. ഹല്ലേലൂയ. ഞങ്ങളാരെയും കണ്ടിട്ടില്ല, ഇവിടെ ആരും വന്നിട്ടുമില്ല. അങ്ങനെയല്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നോക്കി എന്തെല്ലാം പരിപാടികളാണ് അവിടെ നടന്നേ. സ്തോത്രം. പിന്നെ അവിടെ ദൈവം സംസാരിക്കുന്നുണ്ടോ. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളുടെ ഉറപ്പ് അവിടെ കൊടുക്കുവാണ്. സ്തോത്രം. അതും പോരാഞ്ഞിട്ട് ലോത്തോ അവരുടെ വീട്ടിൽ നടന്നു തന്നെ. അവിടെ ചെന്ന് ദൂതന്മാരെ ലോത്തും കുടുംബവും സ്വീകരിച്ചു. എന്താ പറ്റിയ ബാക്കി അവർ ദൂതന്മാരെ സ്വീകരിച്ചത് കൊണ്ട് എന്നല്ല നമ്മൾ പറഞ്ഞത്. പക്ഷേ അവർക്കവിടെ വന്ന നന്മകൾ കണ്ടോ, അവർക്കവിടെ വന്ന അനുഗ്രഹങ്ങൾ കണ്ടോ. ഹല്ലേലൂയ. അപ്പം ഇത് അവരറിഞ്ഞില്ല, ഇത് ദൂതന്മാരാണ്, ഇങ്ങനെ കിട്ടുമ്പോൾ അടുത്ത ദിവസം ഞങ്ങളുടെ കയ്യെ പിടിച്ച് ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിടും. ഇതൊന്നും അവിടെ അവർക്കറിയുന്നില്ല. പക്ഷെ അവരെ കിട്ടിയ സമയത്ത് അവർ കിട്ടിയതുപോലെ അവർ അത് ചെയ്ത് അവരറിയാതെയാണോ ചെയ്തു പോയത് അല്ലേ. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. ആമേൻ. അത് അവരങ്ങനെ ചെയ്തെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആരെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ദൈവസഭയ്ക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആരെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കർത്താവിനെ തന്നെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് അങ്ങനെയുള്ളവർ, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. കർത്താവ് ആർക്കും കടക്കാരനല്ല, എല്ലാവരെയും കർത്താവ് മാനിക്കും. എല്ലാവരും ഓൾറെഡി അനുഗ്രഹിച്ചും കഴിഞ്ഞിരിക്കുക. പക്ഷേ അവനവൻ ചെയ്യുന്നതിനൊത്തവണ്ണം പ്രതിഫലം തരുന്ന കർത്താവുമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെയും ചെയ്യുന്നവനാണ്. സ്തോത്രം. ഇതെല്ലാം കർത്താവ് നോട്ട് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാം. ഗായോസിന് വേണ്ടി ആ പ്രാർത്ഥന വന്നത് വെറുതെ അല്ല. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയോട് ഇങ്ങനെ അവരുടെ മേലൊരു ഡിക്ലറേഷൻ നടത്തിയത് ചുമ്മാതെ അല്ല. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവേ നിൻ്റെ വചനത്തിൽ ഞങ്ങൾക്കും കർത്താവേ ഇതുപോലെയൊക്കെ നായിത്തീരുവാൻ, നീ ഏൽപ്പിക്കുന്ന സകലതും വിശ്വസതയോടെ ചെയ്യുവാൻ, അതിപ്പോൾ ഒരു അതിഥി സൽക്കാരമായിക്കോട്ടെ, അതിനകത്തൊരു പിറുപിറുപ്പും വരാതെ ഹല്ലേലൂയ അപ്പച്ച ഞങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണേ. ബാക്കി യേശുവിനെ നോക്കിക്കോളും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.